അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദികി. ഇന്ന് മൂലം നക്ഷത്രമാണ് ഈ ദിനത്തിലെ പ്രത്യേകത. ഓണം, ഐതിഹ്യം എന്നിവയെല്ലാം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അതിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുലശേഖര ആൾവാരെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം മുകുന്ദമാല എന്ന് പറയുന്ന പ്രഖ്യാതമായ കാവ്യമാണ് പ്രധാനം അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ നമ്മൾ ഓണാഘോഷം വരുന്നത് എങ്ങനെയാണ്? 10 ദിവസത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് തൃക്കാക്കരയിൽ പണ്ടുണ്ടായിരുന്ന 10 ദിവസത്തെ വ്രതത്തിൻ്റെ ഓർമ്മയാണ്. അത്തത്തിന് തുടങ്ങി തിരുവോണത്തിന് സദ്യയോടെ അത് അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ചിങ്ങമാസത്തിലെ ശ്രാവണ നക്ഷത്രമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആഹ്ലാദത്തിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കാർഷിക വിളവെടുപ്പിൻ്റെയും കൂടി കാലമായി ഇതിനെ പരിഗണിക്കും. പ്രധാനം അതല്ല എങ്കിൽ പോലും കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും ഒരു കാലമായി കൂടി അതിനെ നമ്മൾ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 വശങ്ങളപ്പോൾ ഓണത്തിനുണ്ട്. ഒന്ന്, ഭൗതികമായ വിളവെടുപ്പിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ഒരു പ്രാധാന്യം. പിന്നെ 2, ആധ്യാത്മികമായ ഒരു വലിയ അനുഷ്ഠാനം. ആദ്യകാലത്ത് തുടങ്ങുന്നത് ആധ്യാത്മിക അനുഷ്ഠാനമായിട്ടാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. വിഷ്ണു ഭക്തന്മാർ അത്തത്തിന് വ്രതം തുടങ്ങും. അപ്പോൾ ചോദിക്കും, ഈ വ്രതം എങ്ങനെയാണ് ആരംഭിക്കുക? രാവിലെ കുളിച്ചിട്ട് വന്ന് ഈറനെടുത്തുകൊണ്ട് മുറ്റത്ത് തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കുന്നു. ഒരു ചെറിയ ഇടിഞ്ഞിലിൽ ദീപം കൊളുത്തി തൃക്കാക്കരപ്പനെ 3 തവണ തൃക്കാക്കരയപ്പനെ ഉഴിയുന്നു. അത് ഇടത്തു നിന്ന് വലത്തേക്കാണ് ഉഴിയുക. 3 തവണ മതി, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അങ്ങനെ ഉഴിഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ അന്ന് മുതൽ 10 ദിവസവും പൂക്കളമിടും. അതിൻ്റെ ആദ്യത്തെ 5 ദിവസത്തെ പൂക്കളം കാമദേവന് 5 പുഷ്പങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നീലോൽപ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് 5 ദിവസത്തെ 5 തരം പൂക്കൾ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യത്തെ 5 ദിവസം ഈ 5 തരം പൂക്കൾക്ക് പ്രാധാന്യമുണ്ട്. ഈ പൂക്കൾ തന്നെ എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനത്തെ 5 ദിവസം പ്രാധാന്യമുള്ള പൂക്കളമാണ്. ആദ്യത്തെ 5 ദിവസം ആചരണം, ഒരു ആഘോഷവും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ആഘോഷമായിട്ട് വരുമ്പോൾ വളരെ സന്തോഷമാണ്. പൂക്കൾ ശേഖരിക്കുന്നു, വളരെ ഡിസൈനിലുള്ള പൂക്കളങ്ങൾ നമ്മൾ ഇടുന്നു. എന്നാൽ അവസാനത്തെ 5 ദിവസം പൂക്കളത്തിൻ്റെ ആ രീതിക്ക് ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇത് പറയുന്ന അതേ രീതിയിൽ തന്നെ പൂക്കളം ഇട്ടുകൊള്ളണമെന്നൊന്നുമില്ല. പണ്ട് കാലത്ത് പൂക്കൾ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഇടാമായിരുന്നു. ഇപ്പോൾ നമുക്കത് നടക്കില്ല. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തെ 5 ദിവസത്തെ പൂക്കളം നടുക്ക് തൃക്കാക്കരപ്പനുണ്ടാവും, തൃക്കാക്കരപ്പൻ്റെ പ്രതിഷ്ഠ. ചുറ്റിനുമായി 5 കളറിലുള്ള വട്ടത്തിലോ ചതുരത്തിലോ ഉള്ള ഡിസൈനാണ് നമ്മൾ എടുക്കുക. ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ളതാവാം. ഞാനിങ്ങനെ ഒരു പരമ്പരാഗതമായ കാര്യം പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. 5 ലെയറുകൾ ഉണ്ടാവും, 5 കളർ. അപ്പോൾ 5 കളർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളതിനൊരു പ്രാമുഖ്യം കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും പുറത്തെ കളർ പച്ചയോ ഇരുണ്ടതോ ആവും. പച്ചക്കളർ അല്ലെങ്കിൽ ഇരുണ്ട എന്തെങ്കിലും കളർ. ഇത് അന്നമയ കോശം എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അന്നമയ കോശം എന്താണെന്ന് നമുക്ക് നാളെ മനസ്സിലാക്കാം. അത്തപ്പൂക്കളത്തിനൊക്കെ ഇത്രയും അർത്ഥങ്ങളുണ്ടല്ലേ? നമ്മൾ ഈ വെറുതെ പൂവിട്ട് വട്ടത്തിൽ പൂവിടുന്ന സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും ഇതിന് ശാസ്ത്രീയമായ നിരവധി അർത്ഥങ്ങളൊക്കെ അറിഞ്ഞ് അത്തപ്പൂക്കളം ഇടുന്ന ആളുകളുമുണ്ട്.